നമ്മുടെ ഗേൾസ് ട്രിപ്പിൻ്റെ ട്രിപ്പ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത ദിവസമായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ അട്ടപ്പാടിക്കാണ് ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നത്. ഗുരുവായൂരിന് കയറിയിട്ട് 6 മണിക്ക് കയറിയിട്ട് നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോൾ അകലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 ബസ്സാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂരിൽ നിന്ന് പട്ടാമ്പിക്ക്, പട്ടാമ്പിയിൽ നിന്ന് മണ്ണാർക്കാടേക്ക്, മണ്ണാർക്കാട് നിന്ന് ആനക്കട്ടി ബസ് കയറിയിട്ട് അകലി സ്റ്റോപ്പിൽ ഇറങ്ങുന്നു കേട്ടോ. പോണ വഴി അത്യാവശ്യം ഒരു ഓഫ് ദ റോഡ് പോലെയായിരുന്നു. ചുരത്തുനിന്ന് വരെ, ചുരത്തുനിന്ന് അങ്ങോട്ടേക്കുള്ള റോഡ് നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് ഈ വഴിയൊക്കെയും റോഡ് ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഗേൾസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ 3 പേര് പോകുന്നു, 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബസ്സിൽ ചുരം കയറുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. നമ്മൾ ഗുരുവായൂരിന് കയറിയപ്പോൾ നമ്മൾ KSRTC പ്രിയദർശിനിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 പ്രൈവറ്റ് ബസ്സായിരുന്നു കേട്ടോ. നമുക്ക് KSRTC ഉണ്ട്, പക്ഷെ നമുക്ക് ടൈമിന് അപ്പം കിട്ടിയത് പ്രൈവറ്റ് ബസ്സായിരുന്നു. നമ്മൾ ഈ അട്ടപ്പാടി ആക്ച്വലി ഇൻസ്റ്റയിൽ ഈ ഫോട്ടോ ഇപ്പോൾ അത്യാവശ്യം വൈറലാണ്. നമ്മളത് കണ്ടിട്ട് തന്നെയാണ് അട്ടപ്പാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളൊരു 10 മണിക്കായപ്പോൾ അകലെ എത്തിയിട്ടുണ്ടായിരുന്നു. അകലിൽ നിന്ന് നമ്മളൊരു ഓട്ടോ എടുത്തിട്ട് ഫസ്റ്റ് പോയിന്റ് നരസിമുക്കായിരുന്നു. നമ്മളെ ഓട്ടോക്കാരൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 4 കിലോമീറ്ററിന് അയാൾ 200 രൂപ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമ്മളത് കൊടുത്തു. എന്നാൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മളത് ചോദിച്ചില്ല കയറുന്നതിന് മുന്നേ. നമ്മളതാദ്യം എവിടെ പോകണം, നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് ഗേൾസ് ആണെങ്കിലും എന്തായാലും നമ്മൾ കയറുമ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിത് വരില്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇറങ്ങിയിട്ടാണ് കേട്ടോ വന്നത് ജംഗ്ഷൻ വരെ. നമ്മൾ ആ ടൈമിൽ കുറേ അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജലിപ്പാറയിലെ കട്ടിമല വ്യൂ പോയിൻ്റാണ് പോയിട്ടുണ്ടായിരുന്നത്. കയറുന്ന വഴി അത്യാവശ്യം ട്രാജഡി ആയിരുന്നു കേട്ടോ. നല്ല ചെളി ഉണ്ടായിരുന്നു, കമ്പിവേലി കൊണ്ട് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കയറി വന്ന് നമ്മൾ ആ വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളിത് ഇൻസ്റ്റയിൽ കണ്ടിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നേ. പക്ഷേ കോട ഉണ്ടായിരുന്നില്ല, കുറച്ച് വെയിലുണ്ടായിരുന്നു. പിന്നെ കോട വന്നു തുടങ്ങി, പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള പ്ലാൻ ഇട്ടിട്ടോ. അപ്പോൾ നമ്മളൊരു 3 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറങ്ങണ സമയത്താണ് നമുക്ക് നല്ല പണി കിട്ടിയത്. മഴ നന്നായിട്ടുണ്ടായിരുന്നു, ചെളി വന്നു, നമ്മളൊന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ.